കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഒരു സാധാരണ ജീവിതം നയിച്ചു വന്നതായ ഒരു ചെറുപ്പക്കാരൻ സത്യം സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ സത്യസഭയുടെ അംഗമാകുകയും പിന്നീട് ദൈവത്തിൻ്റെ സഭയെ നയിക്കുന്നതിനായി ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തതിൻ്റെ ആശ്ചര്യമായ കഥ വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. കാണുക, ദൈവത്തിൻ്റെ കരം എപ്രകാരമാണ് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കേരളം വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ്. എന്നാൽ 50 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നില്ല. അന്ന് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം തങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി തീരണം, നല്ല ഉദ്യോഗം ലഭിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു. അങ്ങനെ പാസ്റ്റർ സെൽവമണിയെയും ബാല്യകാലത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാഭ്യാസത്തിനായി മാതാപിതാക്കൾ അയച്ചിരുന്നു. അവിടെ സത്യം കണ്ടെത്തുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. തൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. കാണുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 26 കിലോമീറ്റർ അകലെ നെയ്യാറ്റിങ്കര താലൂക്കിൽ മണിവിള എന്ന് പറയുന്നതായ ദേശത്താണ്. ഞങ്ങളുടെ വീട്ടിൽ അപ്പൻ, അമ്മ, അപ്പൻ CSI അവിടെ മണിവിള CSI പള്ളിയുടെ ഡീക്കനായിരുന്നു. പിന്നെ അമ്മച്ചി ഹൗസ് വൈഫാണ്. ഞങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്. ആദ്യത്തെ 2 മക്കൾ ആണുങ്ങളാണ്. അത് സത്യനേശൻ, സ്റ്റീഫൻ. പിന്നെ അതിനുശേഷം മൂന്നാമത്തതൊരു സിസ്റ്ററാണ്, സിസ്റ്റർ രോധ എന്ന് പറയും. അതിൻ്റെ ശേഷം 4ാമത്തത് ഞാനാ. എൻ്റെ അനുജൻ ഷാജി എന്ന ഒരു യങ്ങർ ബ്രദർ കൂടെ എനിക്കുണ്ട്. ഞങ്ങളവിടെ സന്തോഷമായിട്ട് കഴിയുന്ന CSI പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മെമ്പേഴ്സായിരുന്നു. സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയുമായിട്ട് ബന്ധപ്പെടുന്നത് ആ പ്രദേശത്ത് അവിടെ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു സഭയായിരുന്നു ഇത്. കാരണം CSI, റോമൻ കാത്തലിക്സ് ഇതൊക്കെ മാത്രമാണ് അവിടുത്തെ ഡോമിനേറ്റിംഗ് ചർച്ചസ്. ഈ സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലത്തിലൊന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 3 കിലോമീറ്റർ അകലത്തിലും ഒന്നുണ്ട്. പക്ഷേ അവിടെ ഉള്ളവരൊന്നും ഈ CSI ഞങ്ങളുടെ സഭയുമായിട്ട് ബന്ധപ്പെടുന്നവരോ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ആ സഭയിൽ പോകുന്നത് ഞങ്ങളെ അനുവദിക്കാതെ, ഞങ്ങളുടെ അപ്പനൊന്നും അനുവദിക്കാത്ത ഒരു കണ്ടീഷനിലാണ് ഞങ്ങളവിടെ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ എൽഡർ ബ്രദർ ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ITIയിൽ ഹീ ഗോട്ട് ഫസ്റ്റ് റാങ്ക് ഇൻ കേരളത്തിലെ ITIയിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ്. അപ്പോൾ അന്ന് തന്നെ 1967 കേരള ഗവൺമെൻറ് ജോലിയും ഓഫർ ചെയ്തു. പുള്ളിക്ക് ആ ITIയിലെ ഇൻസ്ട്രക്ടറായിട്ട് ജോലിയും കൊടുത്തു. പക്ഷേ അദ്ദേഹം ഒരു പ്രാവശ്യം ബിദുര എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ബ്രദറിലായുണ്ട്, പാസ്റ്റർ PL മനുവെ, സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അവിടെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഈ സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് എന്ന സത്യം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഗവൺമെൻറ് ജോലിക്ക് പോകുന്നില്ല, ഞാൻ സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയിലെ സത്യം സ്വീകരിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ അപ്പച്ചന് ദേഷ്യം വന്നു. പുള്ളിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പുള്ളി ചെന്ന് ഞങ്ങളുടെ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കും, വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിക്കും. അങ്ങനെ വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സെക്ഷൻ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ MA ജെയിംസ് പറഞ്ഞു, ഓക്കെ, നീ സ്നാനപ്പെട്ട് സഭയിൽ ചേർന്നല്ലോ, അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ കൊട്ടാരക്കര സ്കൂൾ പ്രസ്സിൽ ജോലി തരാം. കാരണം ഈസ് എ ഗ്രാജുവേറ്റ് ഓഫ് ITIയിൽ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് കൊട്ടാരക്കര സ്കൂളിൽ ജോലി കൊടുക്കാം. ഓക്കെ, കൊട്ടാരക്കര സ്കൂളിൻ്റെ പ്രസ്സിൽ പുള്ളിക്ക് ജോലി കൊടുത്തു. അങ്ങനെ അവധിക്ക് വരുമ്പോൾ ഈ സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയെക്കുറിച്ചും ബൈബിളിലെ സത്യത്തെക്കുറിച്ചും ഞങ്ങളെടുത്ത് പറയും. എന്നോട് പറയും, എൻ്റെ രോധയുടെ അടുത്ത് പറയും, എൻ്റെ മറ്റേ ബ്രദറിൻ്റെ അടുത്തും പറയും. പക്ഷേ യങ്ങർ ബ്രദർ വാസ് വെരി യങ്. അവനത് മനസ്സിലാക്കേണ്ടതായ കഴിവില്ല.
അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് സഭ സത്യമാണെന്ന് പുള്ളി പറഞ്ഞത് കേട്ട് കാരണം ബൈബിളൊന്നും അധികം വായിക്കത്തൊന്നുമില്ല. വീട്ടിലൊരു ബൈബിളുണ്ട് മലയാളം, അത് അപ്പച്ചൻ വായിക്കും, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വായിച്ച് മനസ്സിലാക്കേണ്ടതായ കഴിവ് അപ്പോഴില്ല. പക്ഷെ എന്നാലും ഈ ബ്രദർ പറയുന്നത് അനുസരിച്ച് ഇത് സത്യമാണ് എന്നെനിക്ക് മനസ്സിലായി. ആ സത്യം ഞാൻ എപ്പോഴേ എൻ്റെ മനസ്സിലങ്ങ് കിടക്കുമായിരുന്നു. ഞാൻ പഠിച്ചിരുന്നതായ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊന്നുമില്ല. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെ വേണമെങ്കിൽ നെയ്യാറ്റിൻകര വരണം. ഏകദേശം 7 കിലോമീറ്റർ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്, കാരക്കോണം ഗവൺമെൻറ് സ്കൂളെന്ന് പറയും, UPS. ആ സ്കൂളിൽ തന്നെ 5ാം ക്ലാസ് വരെ പഠിച്ചു. 5ാം ക്ലാസ്സിൽ പാസ്സായ സമയത്ത് അവിടെ 2-3 കുട്ടികളുടെ പാരൻസ് പറഞ്ഞു, നമുക്ക് കൊട്ടാരക്കര ഒരു സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ഇവരെയൊക്കെ കൊണ്ട് നമുക്ക് അവിടെ പഠിപ്പിക്കാം. കാരണം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് ഫാമിലിയുണ്ട്, മിഖായേൽ ഡീക്കർ എന്ന് പറയും. അദ്ദേഹം സാറ്റർഡേ പള്ളിയിലോട്ട് പോകുന്നത് ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാളുടെ മകളെന്ന് പറയുന്ന ലീലയെയും ഞങ്ങളുടെ വീടിൻ്റെ മേളിലുള്ള രാജു എന്ന ഒരു പയ്യനെയും എന്നെയും കൂടെ കൊട്ടാരക്കര സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ അപ്പനും രാജുവിൻ്റെ അപ്പനും കാശ് കൊടുത്തു. മിഖായേൽ ഡീക്കറുടെ കൂടെ ഞങ്ങളെ കൊട്ടാരക്കര വിട്ടു. കൊട്ടാരക്കര അദ്ദേഹം, ദാറ്റ് വാസ് വെരി ലോങ് ട്രിപ്പ് ദാറ്റ് ടൈം. അന്ന് അത് ഭയങ്കര ദൂരമുള്ളൊരു ട്രിപ്പാണ്. അങ്ങനെ ട്രിവാൻഡ്രത്തിൽ ഞങ്ങൾ ആർക്കും ഛർദ്ദിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് നാരങ്ങയൊക്കെ മേടിച്ചെന്ന് ബസ്സിൽ മണപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ കൊട്ടാരക്കര സ്കൂളിൽ പോയി. കൊട്ടാരക്കര സ്കൂളിൽ ഞങ്ങൾ രാത്രിയാണ് ചെന്നെത്തുന്നത്. രാവിലെ ഞങ്ങളോട് എല്ലാവരോടും ഒക്കെ ഫ്രഷപ്പ് ആകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുത്തെ ബോയ്സ് ഹോസ്റ്റലിൽ ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ 3 പേരെയും ഹെഡ് മാസ്റ്ററുടെ റൂമിൽ കൊണ്ടുപോയി. ഹെഡ് മാസ്റ്ററുടെ റൂമിൽ കൊണ്ടുപോയി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളന്ന് ഗവൺമെൻറ് സ്കൂളിൽ മലയാളമാണ് എല്ലാം പഠിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്കൊന്നും അത്ര അറിയത്തില്ല. അപ്പോൾ ഞങ്ങളടുത്ത് ചോദിക്കുന്നതൊക്കെ അവിടുത്തെ HM-ഉം പ്രിൻസിപ്പളും ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അത്രയ്ക്ക് മറുപടി പറയാൻ അറിയില്ല. അതേ സമയം തന്നെ അപ്പോൾ അവിടെ പാസ്റ്റർ ഈസ്റ്റർ ബുക്ക് എന്ന് പറയുന്നതായ ആ സ്കൂളിൻ്റെ മാനേജറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പട്ടിയെയും കൊണ്ട് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന റൂമിൽ കൊണ്ടുവന്നു. ആ പട്ടിയെയും ഈ വലിയ സായിപ്പിനെയും കണ്ടപ്പോൾ റിയലി ഞങ്ങൾ പേടിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത് പോലും പറയാനറിയില്ല. അവസാനം വിക്കി ഏതാണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ HM-ഉം പ്രിൻസിപ്പളും പറഞ്ഞു, നിങ്ങളെ ഇവിടെ പഠിപ്പിക്കാനായിരിക്കില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷിന് സ്റ്റാൻഡേർഡില്ല, നിങ്ങളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് ഞങ്ങളെ പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ തന്നെ എൻ്റെ അപ്പച്ചൻ വീണ്ടും ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു. 6ാം ക്ലാസ്സും പാസ്സായി, 7ാം ക്ലാസ്സും പാസ്സായി, പിന്നെ ഹൈസ്കൂളിൽ ചേർത്തു. വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ആഗ്രഹമാണ്. അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിച്ച് അഡ്മിഷന് പോയപ്പോൾ അഡ്മിഷൻ ലഭിക്കാതെ വന്നപ്പോൾ ആ ബാലനുണ്ടായതായ അനുഭവം ഇന്ന് പ്രായമായ അവസ്ഥയിൽ പാസ്റ്റർ സെൽവമണി നമ്മോട് പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അത് എന്ന് ഇന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിനും കഴിയും. സത്യം സ്വീകരിച്ചതായ സഹോദരനിൽ നിന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായ സ്നേഹം മനസ്സിലാക്കുകയും തൻ്റെ പ്രവർത്തനങ്ങൾ പ്രചോദനമാകുകയും സത്യത്തോട് നിലകൊള്ളുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥ, അത് ഒറ്റയ്ക്ക് നിലകൊള്ളുമ്പോൾ അതിൻ്റെ തീവ്രത നമുക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്റർ സെൽവമണി തൻ്റെ ബാല്യകാലത്തിൽ അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. എൻ്റെ ബ്രദർ വടകോട് ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മച്ചി അവർക്ക് ആവശ്യമുള്ളതായ ഞങ്ങളുടെ വീട്ടിലുള്ളതായ മാങ്ങ, ചക്ക, അരി, ഏത്തക്കൊല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കൊണ്ട് കൊടുക്കാൻ വെള്ളിയാഴ്ച എൻ്റെ കയ്യിൽ തന്നയക്കും. അപ്പോൾ സാറ്റർഡേ അവധിയാണ്, സൺഡേയും സ്കൂളിൽ അവധിയാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി അവിടെ കൊടുത്തതിന് ശേഷം 2 ദിവസം ആ പള്ളിയിൽ അറ്റൻഡ് ചെയ്ത് ഞായറാഴ്ച അവിടെ നിന്നിട്ട് അടുത്ത ദിവസമാണ് ഞാൻ തിരിച്ച് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. കാരണം തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ വേണ്ടി. ഈ സമയത്ത് ഈ വടകോട് സഭയിൽ ഞാൻ പോകുമ്പോൾ സഭയിലെ ശാബത്ത് സ്കൂൾ അറ്റൻഡ് ചെയ്യും, ചർച്ച് അറ്റൻഡ് ചെയ്യും. ഒരു ദിവസം
അവിടെ ഒരു സ്നാനം നടക്കുകയായിരുന്നു. പാസ്റ്റർ ഡൻസനാണ് സ്നാനത്തിന് വരുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഇത് ശബദ് സത്യമാണ്, എനിക്കിതിലെ പാസ്റ്റർ ആകണമെന്ന് ആഗ്രഹമായി കഴിഞ്ഞു. അപ്പോൾ അതിന് ചാൻസസും ഉണ്ട്. അങ്ങനെ പാസ്റ്റർ ഡൻസൺ സ്നാനപ്പെടുത്താൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും കൂടെ സ്നാനപ്പെട്ട് ഈ സഭയിൽ ചേരണം, എനിക്കിതിലെ പാസ്റ്ററായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഓക്കെ ശരി, നിനക്ക് സ്പൈസൺ മെമ്മോറിയൽ കോളേജ് എന്ന് പറഞ്ഞൊരു തിയോളജി കോളേജ് ഞങ്ങൾക്കുണ്ട്, അവിടെ ചെന്ന് പഠിച്ചതിന് ശേഷം നിനക്ക് പാസ്റ്ററായി മാറാം. അത് നല്ല കാര്യം. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 13 വയസ്സ് ഉള്ളതായ സമയത്ത് ഞാൻ സ്നാനപ്പെട്ടു, വടകോട് സഭയുടെ അംഗമായിട്ട് മാറി. ഞാൻ 10ാം ക്ലാസ് പാസ്സായ ഉടൻ തന്നെ ഞാൻ സ്പൈസൺ മെമ്മോറിയൽ കോളേജിൽ പഠിക്കാൻ പോകണമെന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു. കാരണം എൻ്റെ ബ്രദർ 2 വർഷം വടകോട് ജോലി ചെയ്യുമ്പോൾ അന്നത്തെ യൂണിയൻ പ്രസിഡൻറ്റ് അദ്ദേഹത്തിന് സ്പൈസ് കോളേജിൽ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു ഓക്കെ നീയും കൂടെ ഇവിടെ വന്നോ. അപ്പോൾ എൻ്റെ സിസ്റ്ററും ഓൾറെഡി വേറെ ഒരു ബ്രദറിൻലായും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി തന്നെ അപ്പോൾ ഒരു ഫാമിലിയും 2 അംഗങ്ങളും കൂടെ സ്പൈസലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ നീയും കൂടെ ഇവിടെ വന്ന് പഠിച്ച് നിനക്ക് ഭാവിയിൽ പാസ്സാകാം. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായ ഉടൻ തന്നെ എൻ്റെ അപ്പച്ചൻ അന്ന് ലിമിറ്റഡ് ഒരു ചെറിയ പെട്ടിയിൽ എൻ്റെ സാധനങ്ങളൊക്കെ കൂടെ പാക്ക് ചെയ്ത് ടിക്കറ്റും കുറച്ച് സാധനങ്ങളും പിന്നെ ഒരു 12 രൂപ പോക്കറ്റ് മണിയുമായിട്ട് എന്നെ സ്പൈസർ കോളേജിൽ വിട്ടു. ഞാൻ സ്പൈസർ കോളേജിൽ പോയി. അവിടെ ചെന്നു. ഞാൻ ചെന്നെത്തുന്നത് അവസാനത്തെ രജിസ്ട്രേഷൻ്റെ ഡേറ്റില്ല. അപ്പോൾ ഡോക്ടർ ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ 4th പ്ലാനിൽ 8 മണിക്കൂർ പഠിക്കുന്ന രജിസ്റ്റർ ചെയ്യണം, 40 മണിക്കൂർ നീ ജോലിയും ചെയ്യണം. എന്നാൽ ആ കോളേജിൽ പാസ്റ്ററാകാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ റെഡിയാണ്. അങ്ങനെ പഠനം തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബ്രദർ അവിടെ നിന്ന് ഗ്രാജുവേറ്റായി പോയി കേരളത്തിൽ വന്നു, പാസ്റ്ററായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങളവിടെ സ്പൈസർ കോളേജിൽ സ്റ്റുഡൻ്റായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങി. ആ ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വലിയ പ്രയാസമാണ്. ഞങ്ങൾക്ക് അവിടെ കാശോ, എനിക്ക് തോന്നുന്നു സ്പൈസൺ മെമ്മോറിയൽ കോളേജിൽ അന്ന് പഠിക്കുന്നതിൽ ഏറ്റവും കുറച്ച് ഡ്രസ്സുള്ളതും ഏറ്റവും കുറച്ച് കാശുള്ളതും എനിക്കായിരിക്കും. കാരണം പോക്കറ്റ് മണിയൊന്നും തരാനൊന്നും ആരുമില്ല. ചിലപ്പോൾ ഒരു 10 രൂപ പോക്കറ്റ് മണിക്ക് വേണ്ടി ഞങ്ങൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ചെന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3ാം വർഷം ആയപ്പോൾ ഞാൻ ജൂനിയർ തീർത്തിട്ട് ആ സമയത്ത് പാസ്റ്റർ എ ജോൺ എന്ന് പറയുന്ന സെൻട്രൽ ഇന്ത്യ യൂണിയൻ PDD പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിനക്കിനി പഠിക്കാൻ നിവർത്തിയില്ലെങ്കിൽ നീ ബോംബെ മലയാളം ചർച്ചിൽ വന്ന് പാസ്റ്ററായിട്ട് ജോലി. അതെനിക്കിഷ്ടമായി. കാരണം അവിടെ മലയാളം ചർച്ചിൽ ഒരു പാസ്റ്റർ ആയിരിക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അങ്ങനെ ഞാൻ നേരെ ബോംബെയിൽ പോയി. ബോംബെയിൽ പോയപ്പോൾ എനിക്ക് ആൾറെഡി 2300 രൂപയോളം സ്പൈസലിൽ കടമുണ്ട്. സീനിയർ പഠിക്കാൻ പറ്റില്ല. ഫീസ് ഈ 2300 രൂപ അടച്ചാൽ മാത്രമേ പിന്നെ അഡ്മിഷൻ കിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബോംബെ ചർച്ചിൻ്റെ മലയാളം പാസ്റ്ററായിരിക്കാം, 2-3 വർഷം ഇരുന്ന് കുറച്ച് കാശ് കിട്ടിയതിന് ശേഷം ഇത് അടച്ചതിന് ശേഷം വീണ്ടും തുടർന്ന് സീനിയർ പഠിക്കാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ സ്പൈസൺ മെമ്മോറിയൽ കോളേജിൽ നിന്ന് ബോംബെയിൽ ചെന്ന് മലയാളം ചർച്ചിൻ്റെ പാസ്റ്റർ ആകണമെന്നുള്ള എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടെ അന്നത്തെ യൂണിയൻ പ്രസിഡൻറ്റ് ആൾറെഡി പാസ്റ്റർ മാമനെ മലയാളം ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് ചാൻസ് ഇല്ല. അവർ പറഞ്ഞു എനിക്കിനി ജോലിയില്ല, തിരിച്ച് കോളേജിൽ പോയാൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ബോർവാലി എന്നൊരു സ്ഥലത്ത് എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു കസിൻ ബ്രദർ താമസമുണ്ട്. മോസസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെ 2300 രൂപ തന്ന് സഹായിക്കാനൊന്നും എനിക്ക് പറ്റില്ല, പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ റസ്ന റെസ്റ്റോറൻറ്റിൽ വേണമെങ്കിൽ നിനക്ക് സപ്ലയറായിട്ട് ജോലി ചെയ്യാം, മാസം 400 രൂപ ശമ്പളം തരാം, ടിപ്സും കിട്ടുമല്ലോ. പക്ഷേ അന്ന് 400 രൂപ വലിയ എമൗണ്ടാണ്. അന്നത്തെ ഒരു പാസ്റ്റർക്കൊക്കെ ഇവിടെ 150-175 രൂപയെ ശമ്പളമുള്ളൂ. അപ്പോൾ 400 രൂപ ഒരു വലിയ എമൗണ്ടാണ്. അപ്പോൾ ഞാനിതെങ്ങനെ ഹോട്ടലിൻ്റെ സപ്ലയറായിട്ട് മാറും? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി കിടന്ന് ഉറങ്ങി. ആ ഉറക്കമൊന്നും വരുന്നില്ല. വലിയ പ്രശ്നമാണ്. 1ാം ക്ലാസ് മുതൽ എൻ്റെ ആഗ്രഹം അച്ഛനാകണമെന്ന, 8ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ എടുത്ത തീരുമാനം സെവന്ത് ഡേ ചർച്ചിൻ്റെ പാസ്റ്റർ ആകണമെന്ന. പക്ഷെ ആകാതെ ഞാൻ ഹോട്ടലിൽ ഒരു സപ്ലയറായിട്ട് നിന്നാൽ ഇതെങ്ങനെ കാര്യം നടക്കുക? ഒരിക്കലും അത് സാധിക്കുന്നില്ല.
അടുത്ത ദിവസം ഞാൻ ബ്രദറിൻ്റെ കൂടെ പുള്ളി ജോലി ചെയ്യുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഉച്ചവരെ ആ ഹോട്ടലിൽ നിന്നൊക്കെ നോക്കി. അദ്ദേഹം ഒരു സ്വീറ്റ് ലസ്സിയൊക്കെ ഓർഡർ ചെയ്ത് എനിക്ക് തന്നു. ഞാനത് കുടിച്ചതിന് ശേഷം ചൗപ്പാട്ടി എന്ന് പറയുന്നതായ ഒരു ബീച്ചിൽ വന്ന് ഇരിക്കുകയാണ്. ആ ബീച്ചിൽ വന്ന് കുറേ സമയം ഇരുന്നു. രാത്രി സന്ധ്യാസമയം കാശുകാരെല്ലാം വന്ന് അവിടെയൊക്കെ വല്ലതും തിന്ന് നടക്കുന്നുണ്ട്, ആ ബീച്ചിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ആ കടൽ തിര ഇളകുമ്പോലൊരു പ്രതിസന്ധി ഇളകിക്കൊണ്ടിരിക്കുക. ഇവിടെ ജോലിയില്ല, സ്പൈസർ കോളേജിൽ പോയാൽ അഡ്മിഷനില്ല, ഞാൻ എങ്ങനെ പാസ്റ്ററാകും? പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയും പോലെ തോന്നി, സെൽവമണി ഗോ ബാക്ക് ടു സ്പൈസർ, നീ ഇപ്പോൾ സ്പൈസർ കോളേജിലേക്ക് തിരിച്ചു പോകണമെന്ന് ആരോ എൻ്റെ മനസ്സിൽ പറയും പോലെ തോന്നി. അന്ന് രാത്രി ആ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് പിന്നെ 19 രൂപ മാത്രമേ എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ 19 രൂപയും വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ സ്പൈസർ കോളേജിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, അതാണ് നിൻ്റെ ഇഷ്ടം, നീ പൊക്കോ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു, കട്കിയിൽ ഇറങ്ങി. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോളേജ് വരെ പോകാൻ എൻ്റെ കയ്യിൽ ഓട്ടോറിക്ഷയ്ക്കൊന്നും കാശില്ല. പിന്നെ ആ കട്കി മുതൽ സ്പൈസർ മെമ്മോറിയൽ കോളേജ് വരെ നടന്നെത്തിയപ്പോൾ പിന്നെ എനിക്കവിടെ ഫുഡില്ല, അവിടെ എനിക്ക് അഡ്മിഷൻ ഇല്ല, എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ധർമ്മദാസ് സാറ് എസ്റ്റേറ്റിൽ ജോലി തരും എന്നുള്ള കണ്ടീഷനിൽ ഞാൻ എസ്റ്റേറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോകാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി എസ്റ്റേറ്റിൽ ചെന്ന് ധർമ്മദാസ് സാറിൻ്റെ അടുത്ത് ചെയ്താൽ ജോലി തരും, ജോലി ചെയ്യുകയാണെങ്കിൽ മിൽക്ക് കാർഡ് കിട്ടും. ആ ആഗ്രഹത്തിൽ ഞാൻ അങ്ങനെ നടന്ന് എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അന്നത്തെ സ്റ്റുഡൻറ്റ് ഫൈനാൻസ് കൺട്രോളറായിരുന്ന മിസ്റ്റർ ഉണ്ണികുമാരൻ, അദ്ദേഹം ഞാനിങ്ങനെ വിഷമിച്ച് നടന്ന് പോകുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ഈ സെമസ്റ്റർ രജിസ്റ്റർ ചെയ്ത് ഒന്ന് അറിയാൻ വേണ്ടി ആ ഉണ്ണികുമാരൻ അദ്ദേഹത്തിൻ്റെ മകൻ ടെഡിയെ വിട്ട് എന്നെ വിളിപ്പിച്ചു. ഇതോ നടന്നു പോകുന്ന ആ അങ്കിളിനെ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, സെൽവമണി ഈ സമയത്ത് രജിസ്റ്റർ ചെയ്തോ ഈ സെമസ്റ്റർ? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കടമുള്ളതുകൊണ്ട് അഡ്മിഷൻ തന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുക? അതുകൊണ്ട് ഞാൻ ധർമ്മദാസ് സാറിൻ്റെ അടുത്ത് ജോലി ചോദിച്ച് കിട്ടുകയാണെങ്കിൽ എനിക്ക് മേൽക്കാട് കിട്ടുമല്ലോ, അതിനുവേണ്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, യു ടേക്ക് യുവർ ഫോൾഡർ ആൻഡ് കം ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞാൻ വേഗം ഹോസ്റ്റലിൽ ചെന്ന് എൻ്റെ ഫോൾഡർ ഞാൻ മടക്കി അവിടെ വെച്ചിട്ടാണ് പോയത്. അതും എടുത്തുകൊണ്ട് നേരെ ഉണ്ണികുമാരൻ സാറിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹം 3rd പ്ലാൻ രജിസ്റ്റർ ചെയ്തോളാൻ എഴുതി വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് എനിക്ക് അഡ്മിഷൻ തരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിസ്സസ് വാട്സ് ഈ ഹോസ്റ്റലിലെ 5 കുട്ടികളെ മാസം 200 രൂപ വെച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ അതാരാ സാർ ആ 200 രൂപ കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അലാസ്കയിൽ വള്ളം കുത്തുന്ന ഒരു മനുഷ്യനാണ് ഈ 5 പേർക്ക് 200 രൂപ വെച്ച് കൊടുക്കുന്നത്. മിസ്സസ് വാട്സ് നിന്നെയും അതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. ഞാൻ മിസ്സസ് വാട്സിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അലാസ്കയിൽ വള്ളം കുത്തുന്ന ആളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ 3rd പ്ലാൻ രജിസ്റ്റർ ചെയ്ത് പിന്നെ സീനിയർ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 1983 സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ നിന്നും സീനിയർ പഠിച്ച് തീർത്തു. സൗത്ത് കേരളയിലെ തണ്ണിത്തോട് എന്ന് പറയുന്നതായ സ്ഥലത്ത് പാസ്റ്ററായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. സെവൻത് അഡ്വൻറ്റിസ്റ്റ് സഭയുടെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്പൈസർ മെമ്മോറിയൽ കോളേജ്. അവിടെ പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ജീവിത അഭിലാഷമാണ്. എന്നാൽ പഠനം ആരംഭിച്ചു, പഠനം പൂർത്തീകരിക്കാൻ വരാത്തതായ അവസ്ഥ ഈ പഠിക്കാൻ പോകുന്നതിനേക്കാൾ തിക്തമായ ഒരു അനുഭവമാണ്. ആ അനുഭവം ഉണ്ടായപ്പോൾ ദൈവ പദ്ധതി തന്നിൽ നിറവേറുകയായിരുന്നു എന്ന് പാസ്റ്റർ സെൽവമണി സ്മരിക്കുന്നു. കാണുക തൻ്റെ ജീവിത അനുഭവങ്ങൾ എത്രമാത്രം തിക്തകരമായിരുന്നുവെന്ന്. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സഭയുടെ ശുശ്രൂഷകനായി ഒരു പ്രാദേശിക സഭയിൽ ചെന്നെത്തുമ്പോൾ ഉണ്ടാകുന്നതായ ആ അമ്പരപ്പൊന്നുമില്ലാതെ വളരെ ശക്തിയോടെ വളരെ ആനന്ദത്തോടെ ജോലി ചെയ്യുന്നതായ ഒരു പാസ്റ്ററായി മാറി പാസ്റ്റർ സെൽവമണി. ആ നാൾ മുതൽ ഇന്നുവരെയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം
ഓരോ സ്ഥലത്തു നിന്ന് ഓരോ തലത്തിലേക്ക് മാറ്റപ്പെടുകയും ഉയർത്തപ്പെടുകയും ഇന്ന് ദൈവത്തിൻ്റെ സഭയുടെ ഭരണ ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നതായ പാസ്റ്ററായി മാറി പാസ്റ്റർ സെൽവമണി. 1983 ഞാൻ ഗ്രാജുവേറ്റായി സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ തണ്ണിത്തോട് എന്ന് പറയുന്നതായ സ്ഥലത്ത് പാസ്റ്ററായിട്ട് സേവനം തുടങ്ങി. ആ സേവനം തുടങ്ങിയെങ്കിലും അതൊരു കാട്ടുപ്രദേശമാണ്. ബസ് കോന്നി വരെ മാത്രമേ ഉള്ളൂ. പിന്നെ ജീപ്പിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഈ സ്ഥലത്ത് എത്തുള്ളൂ. അതാണെങ്കിൽ വെറും ചാല് വീണതും കല്ലിൻ്റെ പുറത്തുകൂടെയൊക്കെ ജീപ്പ് ചാടിച്ചാടിയൊക്കെയാണ് പോകുന്നത്. എനിക്ക് ആദ്യത്തെ ദിവസം വളരെ നടുവേദനയായിരുന്നു. കാരണം ഞാൻ പൂന, തിരുവനന്തപുരം ഈ പട്ടണങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇത്രയും വലിയ പ്രതിസന്ധിയുള്ള റോഡിൽ കൂടെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നു ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ അന്നത്തെ സെക്ഷൻ പ്രസിഡൻറ്റ് പറഞ്ഞു, എനിക്ക് പാസ്റ്റർ സെൽവമണിയുടെ പള്ളി ഒന്ന് സന്ദർശിക്കാൻ പോകണം. അങ്ങനെ അന്നത്തെ സെക്ഷൻ പ്രസിഡൻറ്റ് പാസ്റ്റർ കോട്ട ഇസ്രായേൽ അവിടെ വന്ന് ഈ തണ്ണിത്തോട് സഭയെയും, അതൊരു ഓലപ്പുരയാണ്, ആ ഓലപ്പുരയെയും പിന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിലും ബുക്ക് വെച്ചേക്കുന്നതും കിച്ചണിൽ സാധനം വെച്ചേക്കുന്നതും എല്ലാം കണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ എല്ലാം ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കവടിയാർ പള്ളിയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററെ വേണം, നീ ഉടൻ തന്നെ വരുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ വെറും 8 മാസമേ ഞാൻ തണ്ണിത്തോടിരുന്നുള്ളൂ. അത് പറഞ്ഞ ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ 42 മെമ്പേഴ്സും കൂടെ വന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. പാസ്റ്റർ ഞങ്ങൾ ഇവിടെ നിന്ന് വിടില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേണം, വെറും 8 മാസമേ ഇരുന്നുള്ളൂ, കുറേ കാലം കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാസ്റ്റർ കോട്ട ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ കമ്മിറ്റി എടുക്കുന്ന ഈ തീരുമാനം ഞാൻ അംഗീകരിക്കും. കാരണം ഈ സഭയിൽ ചേരുമ്പോൾ ഞാൻ 2 കാര്യം എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ശമ്പളത്തിന് വേണ്ടി വഴക്കടിക്കില്ല, പൊസിഷനും വേണ്ടി വഴക്കടിക്കത്തില്ല. ഇത് രണ്ടും ഇല്ലെങ്കിലും ഞാനൊരു സൗന്ദര്യ അഡ്വന്റിസ്റ്റുകാരനായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ സഭയിൽ ചേർന്നത്. അങ്ങനെ കവടിയാറിലെ പാസ്റ്ററാക്കി. ആ കവടിയാറിലെ പാസ്റ്ററായതിനു ശേഷം മാവേലിക്കര ചില പ്രതിസന്ധികളുള്ളതുകൊണ്ട് എന്നെ 1.5 വർഷം അവിടുത്തെ പാസ്റ്ററാക്കി. വീണ്ടും കവടിയാറിൽ തന്നെ കൊണ്ടുവന്നു ഫുൾ ടൈം പാസ്റ്ററാക്കി. അതുവരെ ഞാൻ അസിസ്റ്റൻ്റായിരുന്നു, പാസ്റ്റർ കോട്ട ഇസ്രായേലിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് എന്ത് ചെയ്തെന്നറിയാമോ, അടുത്ത PA തോമസ് സാറ് പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ എന്നെ വീണ്ടും കവടിയാറിൽ കൊണ്ടുവന്നു. അങ്ങനെ 1992 എന്നെ അന്നത്തെ സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ യൂത്ത് ഡയറക്ടറാക്കി. യൂത്ത് ഡയറക്ടറായിട്ട് 4 വർഷം സേവനമനുഷ്ഠിച്ചു. ആ 4 വർഷം കഴിഞ്ഞപ്പോൾ 1996 അവർ പറഞ്ഞു, നിന്നെക്കൊണ്ട് ചർച്ചിന് ഇനിയും ചില പദ്ധതികൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങളെ സ്പോൺസർ ചെയ്തു. അപ്പോൾ ഇതിനു മുമ്പ് 1985 ഞങ്ങൾ മാരീഡായി. ഇപ്പോൾ 1996 ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, സാംസൺ, ജാക്സൺ, അങ്ങനെ 4 പേര്. ആ 4 പേരെയും സീനിയർ MA പഠിക്കാൻ, ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി MA പഠിക്കാൻ വേണ്ടി സ്പൈസറിൽ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ 4 പേരും സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ ചെന്നു. ഞാൻ MA തിയോളജി പഠിച്ചു, എൻ്റെ വൈഫ് MA എഡ്യൂക്കേഷൻ പഠിച്ചു, പിന്നെ 2 പിള്ളേരും സ്കൂളിലും പഠിക്കുക. ഒരു വീട്ടിലെ 4 പേര് വന്ന് സ്റ്റുഡൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ മാസ്റ്റേഴ്സ് തീർക്കുന്നതിന് മുമ്പ് തന്നെ സൗത്ത് ഇന്ത്യ യൂണിയൻ എന്നെ സൗത്ത് കേരള സെക്ഷൻ്റെ സെക്രട്ടറി ആയിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നല്ലത് തന്നെ, ഓക്കെ, ഐ വിൽ ഗോ ടു സൗത്ത് കേരള. അങ്ങനെ സൗത്ത് കേരളയിൽ ചെന്ന് സെക്രട്ടറി ആയിട്ട് 9 വർഷം സേവനമനുഷ്ഠിച്ചു. 9 വർഷം സേവനമനുഷ്ഠിച്ചതിന് ശേഷം സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ കമ്മിറ്റി എന്നെ 2008 നോർത്ത് കേരള സെക്ഷൻ പ്രസിഡൻ്റായിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ 2008 നോർത്ത് കേരള സെക്ഷൻ പ്രസിഡൻ്റായിട്ട് വന്നു. അവിടെ വെറും 2 വർഷം മാത്രമേ സേവനമനുഷ്ഠിക്കാൻ സമയം കിട്ടിയുള്ളൂ. ആ സമയത്ത് തന്നെ സദൻ ഏഷ്യ ഡിവിഷൻ, ഞാൻ ഡെലിഗേറ്റ് പോലും ഒന്നല്ലായിരുന്നു, പക്ഷേ ഞാനൊരു വിവാഹം നടത്താൻ വേണ്ടി കവടിയാറിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരെന്നെ യൂണിയൻ പ്രസിഡൻ്റായിട്ട് 2000 തിരഞ്ഞെടുത്തു. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരമാണ് എന്നെ നടത്തി എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എനിക്കിഷ്ടമില്ലാത്തതായ ചില സമയങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ആ ഇഷ്ടമല്ലാത്ത സമയം ദൈവത്തിന് ഇഷ്ടമായിരുന്നു. അത് എനിക്ക് ചില അനുഭവങ്ങൾ തരാനും പിന്നെ വരും കാലത്തിലെ ചില പ്രതിസന്ധികളെ അതിജീവിക്കുവാനും വേണ്ടി ദൈവം തന്ന അനുഭവങ്ങളായിരുന്നു. ആ അനുഭവങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട്
ദൈവത്തിന് ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ ഈ വിധത്തിലാക്കി എന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ കഴിവല്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ നടക്കുവാൻ വേണ്ടി നമ്മളെ എല്ലാവരെയും ദൈവം എടുത്തുപയോഗിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മുടെ അരുമരക്ഷകനായ കർത്താവ് തൻ്റെ സേവ ചെയ്യുന്നതിനു വേണ്ടി പല മനുഷ്യരെയും പല തലങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട്. അത്തരത്തിൽ വിളിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിൻ്റെ അനുഭവം ആണ് പാസ്റ്റർ സെൽവമണി നമ്മോട് പങ്കുവച്ചത്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെയും ഇത്തരത്തിൽ പല മാർഗങ്ങളിലായിരുന്നപ്പോൾ വിളിച്ചവരാണല്ലോ. ദൈവം ഇന്നും മനുഷ്യരെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും നിങ്ങൾ ആ ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടില്ല എങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെയും ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വിളിക്കുകയാണ്. കടന്നു വരിക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും.